നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ സിനിമയാണ്. ഞാൻ ഫ്രാങ്കായിട്ടൊരു കാര്യം പറയാം, ഞാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകൾ കാണാറേ ഇല്ല. പുള്ളിയുടെ അവസാനം ഞാൻ കണ്ട സിനിമ എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ നിന്നല്ല OTT വന്നാലും ഞാൻ കാണാറില്ല. പിന്നെ അവസാനം കണ്ട പുള്ളിയുടെ സിനിമ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ തോന്നുന്നത് അതായത് ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ ഭേദപ്പെട്ടൊരു സിനിമയാണ്. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സൊന്നും എനിക്കൊരിക്കലും വരില്ല. കാരണം ഞാൻ സിനിമകൾ വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ ആക്ച്വലി വർക്കായില്ല എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ വൈകിയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ചില റിവ്യൂസിലൊക്കെ ഇത് സ്കൂബി ഡൂവിൻ്റെ ഒക്കെ പോലെ പഴയ സ്കൂബി ഡൂ കാർട്ടൂൺ പോലെയൊക്കെയുള്ള ഒരു ടൈപ്പ് സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റിന് പുറത്താണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. പിന്നെ ഇവർ വീക്കെൻഡ് എന്താണ് സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിന്നൽപുരളുടെയൊക്കെ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലുള്ള ടോക്കും കൂടി ഉള്ളതുകൊണ്ടാണ് അതൊരു റീസണാണ് അത് കാണാൻ. അപ്പോൾ ഈ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഓക്കേഷ് മൂവി എന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യമായിട്ടും തോന്നിയില്ല. ആവറേജ് മൂവിയാണ്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടും തോന്നിയില്ല. ഇതിൽ പോയ കോമഡീസ് ഒന്നും എല്ലാം ഒന്നും വർക്കായില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ഫേക്ക് ബേസിൽ സിനിമ പോലെയാണ് തോന്നിയത്. അതായത് ബേസിലൊരു സിനിമ സെറ്റപ്പ് ചെയ്യുന്ന രീതിയാണല്ലോ, ഗ്രാമം, അതിലത്തെ ക്വർക്കി ക്യാരക്ടേഴ്സ്, അതിൽ ഈ ഗ്രാമം കാണിക്കുന്നത് ഭയങ്കര നന്നായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഫേക്ക് ബേസിൽ ഡയറക്റ്റ് ചെയ്യാത്ത ബേസിലെ സിനിമ പോലെ എടുക്കാൻ നോക്കിയൊരു സിനിമയാണത്. അത് വർക്കൗട്ട് ആയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിൽ മറ്റേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിലൊക്കെ ഞാൻ കാണാറുള്ള അവർ ആ 3-4 പേര് ഇതിനകത്തുണ്ട്. അതിൽ കള്ളനായിട്ട് അഭിനയിച്ച അവൻ അടിപൊളിയായിരുന്നു, മറ്റവൻ കുഴപ്പമില്ലായിരുന്നു. ബാക്കി രണ്ടുപേർക്കും റോളേ ഉണ്ടായിരുന്നില്ല. ധ്യാൻ ശ്രീനിവാസൻ ഓക്കെയാണ്, പുള്ളിയുടെ അതിന് മുമ്പത്തെ സിനിമയൊക്കെ വെച്ചൊക്കെ പുള്ളി ഓക്കെയാണ്. പുള്ളിക്ക് ഭയങ്കര ചെയ്യാണെന്ന് വെച്ചാൽ ഇല്ല. പിന്നെ കോട്ടയം നസീറും പിന്നെ സിജു വിൽസനും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൽ റോണി പുള്ളിയും കുഴപ്പമില്ലായിരുന്നു, പോലീസുകാരനായിട്ടുള്ള. പക്ഷേ ഇതിൽ സിജു വിൽസന് മെയിൻലി ഒരു ഗുണം ചിലപ്പോൾ ആ ഒരു അവസാനത്തെ ആക്ഷൻ സെറ്റ് പീസ് ഉണ്ട്, അതിന് വേണ്ടിയാണ്. അത് വളരെ മോശമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്, വളരെ മോശമായിട്ടാണ് തോന്നിയത്. അവർ നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ബഡ്ജറ്റ് ഇല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാവുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ കുഴപ്പമില്ല. എൻ്റെ സൗണ്ട് മിക്സ് ഭയങ്കര നല്ലതായിരുന്നു. കാരണം ഞാൻ കണ്ടത് PVR ഫോറമുള്ള OD3 എന്നാണ്. നല്ല കിടിലൻ സറൗണ്ട് മിക്സ് ആയിരുന്നു ഈ സിനിമയുടെ. ആ സ്ക്രീനിൽ അതിൻ്റെ 4K പ്രൊജക്ഷനും ഭയങ്കര നല്ലതായിരുന്നു. സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. അവന് ഓക്കെയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ നല്ല, എന്താ പറയുക, നമ്മൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയൊരു സിനിമയിൽ നമ്മൾ ഓൾറെഡി ഈ ട്വിസ്റ്റ് കണ്ടിട്ടുള്ളതാണ്. സോ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ജസ്റ്റ് ബേസിക്കലി. അതിൻ്റെ അപ്പുറത്തേക്കൊരു വലിയ സംഭവമായിട്ടും തോന്നിയില്ല. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് നല്ലൊരു സ്റ്റാർട്ടായിട്ടും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി ബഡ്ജറ്റൊക്കെ ഇട്ട് അത്യാവശ്യം കുറേ കൂടി വർക്ക് ചെയ്ത് ചെയ്യാവുന്നൊരു സിനിമയാണ്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് നല്ല സീനുകൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ആക്ച്വലി വർക്കായില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടുണ്ടോ? നിങ്ങൾക്ക് ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.